ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. അടുത്ത ഘട്ടങ്ങളിൽ 10th പ്രിലിംസ് പരീക്ഷ എഴുതുന്നവർക്ക് വേണ്ടിയിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട 100 മുൻവർഷ ചോദ്യങ്ങളാണ് ഈ ഒരൊറ്റ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒരുപാട് മുൻവർഷ ചോദ്യങ്ങൾ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ പ്ലേലിസ്റ്റ് എടുത്ത് ചെക്ക് ചെയ്യുക, അല്ലെങ്കിൽ ചാനൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 200, 300, 500 എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് മുൻവർഷ ചോദ്യങ്ങൾ ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോസ് എല്ലാം നിങ്ങൾ കാണുക, പരമാവധി പ്രയോജനപ്പെടുത്തുക. ഓക്കെ, അപ്പൊ സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യത്തെ ചോദ്യം, ലക്ഷദ്വീപിന്റെ തലസ്ഥാനം കവരത്തിയാണ്. കവരത്തി. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ് തൊട്ടുകൂടായ്മ ഇല്ലാതാക്കിയിരിക്കുന്നത്? തൊട്ടുകൂടായ്മ ആർട്ടിക്കിൾ 17 മഹാത്മാഗാന്ധി കി ജയ് എന്ന മുദ്രാവാക്യത്തോടുകൂടി പാസാക്കിയ ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ 17. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ പ്രധാന എണ്ണ ഖനന കേന്ദ്രം ഏതാണ്? മുംബൈ ഹൈ ആണ് ഇന്ത്യയിലെ പ്രധാന എണ്ണ ഖനന കേന്ദ്രം. ഒന്നാം പഞ്ചവത്സര പദ്ധതി ഊന്നൽ നൽകിയ പ്രധാന മേഖലകൾ ഏതെല്ലാമാണ്? കൃഷി, ജലസേചനം എന്നീ മേഖലകൾക്കാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതി ഊന്നൽ നൽകിയത്. ഇന്ത്യയിലെ കേന്ദ്ര ബാങ്ക് ഏത്? ഇന്ത്യയിലെ കേന്ദ്ര ബാങ്ക് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. ആസൂത്രണ കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷൻ ആരായിരുന്നു? ജവഹർലാൽ നെഹ്റു ആയിരുന്നു ആസൂത്രണ കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷൻ. സ്വാതന്ത്ര്യം അടിത്തട്ടിൽ നിന്ന് ആരംഭിക്കണം. ഓരോ ഗ്രാമവും പൂർണ്ണ അധികാരങ്ങളുള്ള ഓരോ റിപ്പബ്ലിക്കോ പഞ്ചായത്തോ ആകണം. ഈ വാക്കുകൾ ആരുടേതാണ്? ഗാന്ധിജിയാണ് ഇപ്രകാരം പറഞ്ഞത്. സ്വാതന്ത്ര്യം അടിത്തട്ടിൽ നിന്ന് ആരംഭിക്കണം, ഓരോ ഗ്രാമവും പൂർണ്ണ അധികാരങ്ങളുള്ള ഓരോ റിപ്പബ്ലിക്കോ പഞ്ചായത്തോ ആകണം എന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ്? ഗാന്ധിജി. ഇന്ത്യയിൽ മനുഷ്യാവകാശ സംരക്ഷണ നിയമം പ്രാബല്യത്തിൽ വന്നത് എപ്പോഴാണ്? 1993 1993. പൗരാവകാശങ്ങളിൽ പ്രധാനപ്പെട്ടതും അടിസ്ഥാനപരവുമായ അവകാശം ഏതാണ്? ജീവിക്കാനുള്ള അവകാശം. പൗരാവകാശങ്ങളിൽ പ്രധാനപ്പെട്ടതും അടിസ്ഥാനപരവുമായ അവകാശം ഏതാണ്? ജീവിക്കാനുള്ള അവകാശമാണ്. വിവര സാങ്കേതിക നിയമം പാസാക്കിയത് എപ്പോഴാണ്? 2000 IT ആക്ട് പാസാക്കിയത്. സ്ത്രീകളുടെ പ്രശ്നങ്ങൾക്ക് നിയമപരമായ പരിഹാരം ഉറപ്പുവരുത്തുന്ന നിയമം ഏത്? ഗാർഹിക പീഡന സംരക്ഷണ നിയമമാണ്. ഇന്ത്യയിലെ നമ്പർ 1 ഓൺലൈൻ എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോമായ അൺഅക്കാഡമിയിൽ ഇനി വരാനിരിക്കുന്ന ഡിഗ്രി ലെവൽ പ്രിലിംസ് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് May 29 ഒരു ഫ്രീ ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് നടക്കുന്നുണ്ട്. അപ്പോൾ ഈ ചാമ്പ്യൻഷിപ്പ് അൺലോക്ക് ചെയ്യാൻ ഞങ്ങളുടെ കോഡായ ടിപ്സ് ആൻഡ് ട്രിക്സ് യൂസ് ചെയ്താൽ മതി. രാത്രി 8 മണിക്കാണ്. എക്സൈറ്റിംഗ് പ്രൈസസ് ആണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. കൂടാതെ കേരള സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് ഇൻവെസ്റ്റിഗേറ്റർ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് അൺഅക്കാഡമിയിൽ സിലബസ് വൈസ് ആയിട്ടുള്ള ക്ലാസ് പോകുന്നുണ്ട്. ഈ ക്ലാസ് അൺലോക്ക് ചെയ്യാനും ഞങ്ങളുടെ കോഡായ ടിപ്സ് ആൻഡ് ട്രിക്സ് യൂസ് ചെയ്താൽ മതി. അൺഅക്കാഡമിയുടെ സ്പെഷ്യൽ ക്ലാസിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? ഫ്രീ ആയിട്ട് കാണാൻ പറ്റുന്നതാണ് സ്പെഷ്യൽ ക്ലാസ്. എഡ്യൂക്കേറ്ററുമായിട്ട് നിങ്ങൾക്ക് ലൈവായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ ലേണേഴ്സിന് പോൾ അവൈലബിൾ ആണ്. അതായത് ഒരു ക്വസ്റ്റ്യൻ തന്നിട്ട് 4 ഓപ്ഷൻ ഉണ്ടായിരിക്കും, ABCD. നിങ്ങൾക്ക് പോൾ ചെയ്യാൻ പറ്റും. ഓക്കെ, കറക്റ്റ് ഉത്തരം പോൾ ചെയ്യാൻ പറ്റും. ലീഡർ ബോർഡ് ഒക്കെ വരുന്നതാണ്. അപ്പോൾ കോമ്പറ്റേറ്റീവ് മൈൻഡായിട്ട് പഠിച്ചു മുന്നേറാൻ വേണ്ടി സാധിക്കും. പിന്നെ ലെക്ചർ നോട്ട്സ് അവൈലബിൾ ആണ്. ഏത് സമയത്തും എവിടെ ഇരുന്ന് വേണമെങ്കിലും നിങ്ങൾക്ക് ആക്സസ് ചെയ്യാം. അപ്പോൾ ഫ്രീ ക്ലാസ് കാണാനും ഞങ്ങളുടെ കോഡായ ടിപ്സ് ആൻഡ് ട്രിക്സ് യൂസ് ചെയ്താൽ മതി. ഓക്കെ, വിവരാവകാശ നിയമം നിലവിൽ വന്നത് എപ്പോഴാണ്? 2005 വിവരാവകാശ നിയമം നിലവിൽ വന്നത്. ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെടുന്ന ധീരയായ സ്വാതന്ത്ര്യ സമര സേനാനി ആര്? സരോജിനി നായിഡു ആണ് ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെടുന്ന ധീരയായ സ്വാതന്ത്ര്യ സമര സേനാനി. ഇന്ത്യക്കാർക്ക് എന്ന മുദ്രാവാക്യം ആദ്യമായി ഉയർത്തിയത് ആര്? സ്വാമി ദയാനന്ദ സരസ്വതിയാണ് ഇന്ത്യക്കാർക്ക് എന്ന മുദ്രാവാക്യം ആദ്യമായിട്ട് ഉയർത്തിയത്. ഇന്ത്യയിൽ ഗാന്ധിജിയുടെ ആദ്യത്തെ സത്യാഗ്രഹം ഏതാണ്? ചമ്പാരൻ സത്യാഗ്രഹമാണ് ഇന്ത്യയിൽ ഗാന്ധിജിയുടെ ആദ്യത്തെ സത്യാഗ്രഹം. വിദേശകാര്യങ്ങൾ ആഭ്യന്തര കാര്യങ്ങളെ പിന്തുടരും പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു എന്ന് നടത്തിയതാണ് ഈ പ്രസ്താവന. 1957 ലോക്സഭയിലാണ് അദ്ദേഹം ഈ പ്രസ്താവന നടത്തിയത്. വിദേശകാര്യങ്ങൾ ആഭ്യന്തര കാര്യങ്ങളെ പിന്തുടരും.
ഇന്ത്യയുടെ വിദേശ നയത്തിന്റെ അടിത്തറ ഏതാണ്? പഞ്ചശീല തത്വങ്ങളാണ് ഇന്ത്യയുടെ വിദേശ നയത്തിന്റെ അടിത്തറ. പഞ്ചശീല തത്വങ്ങൾ. 1985 പ്രാദേശിക സഹകരണത്തിനുള്ള ദക്ഷിണേന്ത്യൻ സംഘടന സ്ഥാപിതമായത്. ഇതിന്റെ രൂപീകരണത്തിന് മുൻകൈയെടുത്ത രാജ്യം ഏത്? ഇന്ത്യയാണ്. ഇന്ത്യ. തകർന്നുകൊണ്ടിരിക്കുന്ന ബാങ്കിൽ നിന്നുള്ള കാലാവധി കഴിഞ്ഞ ചെക്ക് എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് എന്തിനെയാണ്? ക്രിപ്സ് മിഷനെയാണ് ഗാന്ധിജി ഇങ്ങനെ വിശേഷിപ്പിച്ചത്. തകർന്നുകൊണ്ടിരിക്കുന്ന ബാങ്കിൽ നിന്നുള്ള കാലാവധി കഴിഞ്ഞ ചെക്ക്. ഭൂദാൻ പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചത് ആര്? ഭൂദാൻ പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചത് ആചാര്യ വിനോബ ഭാവെയാണ്. ആചാര്യ വിനോബ ഭാവെ. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ പരമോന്നത കായിക പുരസ്കാരം ഏതാണ്? രാജീവ് ഗാന്ധി ഖേൽരത്നയാണ്. ഇപ്പൊ അറിയപ്പെടുന്നത് ധ്യാൻചന്ദിന്റെ പേരിലാണ്. ധ്യാൻചന്ദ് ഖേൽരത്ന എന്നാണ് അറിയപ്പെടുന്നത്. ലോക വയോജന ദിനം. ലോക വയോജന ദിനം ഒക്ടോബർ മാസം 1. ഒക്ടോബർ മാസം 1. ഇത് 2013 ഒരു കറണ്ട് അഫെയർ ആയിരുന്നു, അതിന്റെ ആവശ്യമില്ല. ഇന്ത്യയുടെ ദീർഘദൂര ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈൽ ഏത്? അഗ്നി 5. അഗ്നി 5. 180 ദിവസം കൊണ്ട് പായ്ക്കപ്പലിൽ ലോകം ചുറ്റി റെക്കോർഡിട്ട മലയാളി ആരാണ്? അഭിലാഷ് ടോമിയാണ് 180 ദിവസം കൊണ്ട് പായ്ക്കപ്പലിൽ ലോകം ചുറ്റി റെക്കോർഡിട്ട മലയാളി. റിസർവ് ബാങ്കിന്റെ ഇപ്പോഴത്തെ ഗവർണർ ആരാണ്? ശക്തികാന്ത ദാസ് ആണ് റിസർവ് ബാങ്കിന്റെ ഇപ്പോഴത്തെ ഗവർണർ. മലയാള ഭാഷയ്ക്കായി രൂപം കൊണ്ട സർവകലാശാലയുടെ ആസ്ഥാനം. മലയാള ഭാഷയ്ക്കായി രൂപം കൊണ്ട സർവകലാശാലയുടെ ആസ്ഥാനം എവിടെയാണ്? തിരൂരാണ്. തിരൂർ. 162 വർഷത്തെ സേവന പാരമ്പര്യമുള്ള ടെലഗ്രാഫ് തപാൽ വകുപ്പ് നിർത്തലാക്കിയത് എന്ന്? 2013 ജൂലൈ മാസം 15. 2013 ജൂലൈ മാസം 15 ടെലഗ്രാഫ് നിർത്തലാക്കിയത്. അടുത്ത ചോദ്യം, കോമൺവെൽത്ത് രാഷ്ട്രത്തലവന്മാരുടെ 2 വർഷത്തിൽ ഒരിക്കൽ നടക്കുന്ന ഉച്ചകോടി അറിയപ്പെടുന്ന പേരാണ് ചോഗം. ഇപ്പൊ കോമൺവെൽത്ത് രാഷ്ട്രത്തലവന്മാരുടെ 2 വർഷത്തിൽ ഒരിക്കൽ നടക്കുന്ന ഉച്ചകോടി അറിയപ്പെടുന്ന പേരെന്താ? ചോഗം. പശ്ചിമഘട്ട പരിസ്ഥിതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട് പഠിച്ച മാധവ് ഗാഡ്ഗിൽ സമിതിയുടെ റിപ്പോർട്ട് പരിശോധിക്കാനായി നിയോഗിക്കപ്പെട്ട 10 അംഗ സമിതിയുടെ അധ്യക്ഷൻ ആരാണ്? കെ കസ്തൂരിരംഗൻ. കെ കസ്തൂരിരംഗനാണ്. ഇന്ത്യയുടെ പ്രഥമ ചൊവ്വ പര്യവേഷണ പേടകം ഏത്? മംഗൾയാനാണ് ഇന്ത്യയുടെ പ്രഥമ ചൊവ്വ പര്യവേഷണ പേടകം. ഏകദിന ക്രിക്കറ്റിൽ ഇരട്ട സെഞ്ചുറി നേടിയ 3ാമത്തെ ഇന്ത്യൻ ക്രിക്കറ്റ് താരം ആരാണ്? രോഹിത് ശർമ്മയാണ്. രോഹിത് ശർമ്മ. മണലെഴുത്ത് എന്ന കൃതിക്ക് സരസ്വതി സമ്മാനം ലഭിച്ചത് ആർക്കാണ്? സുഗതകുമാരിക്കാണ് മണലെഴുത്ത് എന്ന കൃതിക്ക് സരസ്വതി സമ്മാനം ലഭിച്ചത്. രാജ്യത്തെ ആദ്യ ശില്പ നഗരമായി പ്രഖ്യാപിതമായ സ്ഥലം ഏത്? കോഴിക്കോടാണ്. കോഴിക്കോട്. പ്രതിമകളുടെ നഗരം ചോദിച്ചാൽ അത് തിരുവനന്തപുരമാണ്. നിങ്ങൾ എന്നെ കോൺഗ്രസ് ആക്കി എന്ന പുസ്തകം എഴുതിയത് ആര്? നിങ്ങൾ എന്നെ കോൺഗ്രസ് ആക്കി എന്നത് AP അബ്ദുള്ളക്കുട്ടിയുടെ പുസ്തകമാണ്. നിങ്ങൾ എന്നെ കോൺഗ്രസ് ആക്കി. സ്ത്രീ ബാലപീഡന കേസുകൾ വിചാരണ ചെയ്യാൻ രാജ്യത്തെ ആദ്യ ഫാസ്റ്റ് ട്രാക്ക് കോടതി തുടങ്ങിയത് എവിടെ? കൊച്ചിയിലാണ് രാജ്യത്തെ ആദ്യ ഫാസ്റ്റ് ട്രാക്ക് കോടതി തുടങ്ങിയത്. ഫാസ്റ്റ് ട്രാക്ക് കോടതി കൊച്ചി. കമ്പ്യൂട്ടർ മൗസിന് രൂപം നൽകിയത് ആരാണ്? ഡഗ്ലസ് എംഗൽബർട്ട്. ഡഗ്ലസ് എംഗൽബർട്ട് ആണ് കമ്പ്യൂട്ടർ മൗസിന് രൂപം നൽകിയത്. ഗിർ നാഷണൽ പാർക്ക് ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഗിർ നാഷണൽ പാർക്ക് ഗുജറാത്തിലാണ്. ഗുജറാത്ത്. ആം ആദ്മി പാർട്ടി സ്ഥാപിച്ചത് ആരാണ്? അരവിന്ദ് കെജ്രിവാൾ ആണ് ആം ആദ്മി പാർട്ടി സ്ഥാപിച്ചത്. താഴെ പറയുന്നവയിൽ ഏതാണ് ദൂരദർശന്റെ മുദ്രാവാക്യം? ദൂരദർശന്റെ മുദ്രാവാക്യം ഏതാണ്? സത്യം ശിവം സുന്ദരം. സത്യം ശിവം സുന്ദരം. നർമ്മദ ബച്ചാവോ ആന്തോളനുമായി ബന്ധപ്പെട്ട പരിസ്ഥിതി പ്രവർത്തക ആര്? മേധ പട്കർ ആണ് നർമ്മദ ബച്ചാവോ ആന്തോളനുമായി ബന്ധപ്പെട്ട പരിസ്ഥിതി പ്രവർത്തക. ദാസിയാട്ടം എന്നറിയപ്പെടുന്ന തെക്കേ ഇന്ത്യൻ ശാസ്ത്രീയ നൃത്തം ഏതാണ്? ഭരതനാട്യമാണ് ദാസിയാട്ടം എന്നറിയപ്പെടുന്ന തെക്കേ ഇന്ത്യൻ ശാസ്ത്രീയ നൃത്തം. താഴെ പറയുന്നവയിൽ ഏറ്റവും കൂടുതൽ ശതമാനം ജലസേചനം ആവശ്യമുള്ളത് ഏത് കൃഷി ചെയ്യുന്നതിനാണ്? ഏതാണ്? കരിമ്പ്. കരിമ്പ് കൃഷി ചെയ്യുന്നതിനാണ്. കരിമ്പ് കൃഷി. ഇന്ത്യയിലെ ആദ്യത്തെ ജംബോ പാസഞ്ചർ ട്രെയിൻ ഏത്? ഇന്ത്യയിലെ ആദ്യത്തെ ജംബോ പാസഞ്ചർ ട്രെയിൻ ആണ് തമിഴ്നാട് എക്സ്പ്രസ്. തമിഴ്നാട് എക്സ്പ്രസ്. അടുത്ത ചോദ്യം, ലേഡി ഓഫ് ഇന്ത്യൻ സിനിമ എന്നറിയപ്പെടുന്നത്? ലേഡി ഓഫ് ഇന്ത്യൻ സിനിമ എന്നറിയപ്പെടുന്നത് ദേവിക റാണി റോറിച്ച് ആണ്. ദേവിക റാണി.
ദേശീയ ചലച്ചിത്ര വികസന കോർപ്പറേഷൻ നിലവിൽ വന്നത് എന്നാണ്? 1975 ദേശീയ ചലച്ചിത്ര വികസന കോർപ്പറേഷൻ നിലവിൽ വന്നത്. ഇന്ത്യയുടെ സാമ്പത്തിക വർഷം ആരംഭിക്കുന്നത് ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയാണ് ഇന്ത്യയുടെ സാമ്പത്തിക വർഷം. ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് എം വിശ്വേശ്വരയ്യയാണ്. ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത്. ഭോപ്പാൽ ഗ്യാസ് ദുരന്ത സമയത്ത് യൂണിയൻ കാർബൈഡ് കോർപ്പറേറ്റിന്റെ ചെയർമാൻ ആരായിരുന്നു? വാറൻ ആൻഡേഴ്സൺ. ദിശ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? കോമ്പസ് ആണ് ദിശ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം. ശാസ്ത്ര പ്രചരണത്തിന് യുനെസ്കോ ഏർപ്പെടുത്തിയിരിക്കുന്ന ബഹുമതി ഏത്? കലിംഗ സമ്മാനമാണ് ശാസ്ത്ര പ്രചരണത്തിന് യുനെസ്കോ ഏർപ്പെടുത്തിയിരിക്കുന്ന ബഹുമതി. ഇന്ത്യൻ പീനൽ കോഡിന്റെ ശില്പി എന്നറിയപ്പെടുന്നത് ആര്? മെക്കാളെ പ്രഭുവാണ് IPCയുടെ ശില്പി, ഇന്ത്യൻ പീനൽ കോഡിന്റെ ശില്പി. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ശിശു എന്ന് അറിയപ്പെടുന്നത് ആരാണ്? നെപ്പോളിയൻ ആണ് ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ശിശു എന്ന് അറിയപ്പെടുന്നത്. ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? നോർമൻ ബോർലോങ് ആണ് ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത്. വൈദ്യുത ബൾബിന്റെ പിതാവ് തോമസ് ആൽവ എഡിസൺ. ജടായുപ്പാറ ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? കൊല്ലം ജില്ലയിലാണ് ജടായുപ്പാറ സ്ഥിതി ചെയ്യുന്നത്. കുന്തലത എന്ന നോവൽ എഴുതിയത് ആര്? കുന്തലത എന്ന നോവൽ എഴുതിയത് അപ്പു നെടുങ്ങാടിയാണ് കുന്തലത എന്ന നോവൽ എഴുതിയത്. അവർണ സ്ത്രീകൾക്ക് വസ്ത്രധാരണത്തിനും സ്വർണ്ണാഭരണം അണിയുന്നതിനുമുള്ള അവകാശത്തിനായി സമരം നടത്തിയത് ആര്? ആറാട്ടുപുഴ വേലായുധ പണിക്കറാണ് അവർണ സ്ത്രീകൾക്ക് വസ്ത്രധാരണത്തിനും സ്വർണ്ണാഭരണം അണിയുന്നതിനുമുള്ള അവകാശത്തിനായിട്ട് സമരം നടത്തിയത്. മൂക്കുത്തി സമരം, അച്ചിപ്പുടവ സമരം ഇവയൊക്കെ ആരാണ് നേതൃത്വം നൽകിയത്? ആറാട്ടുപുഴ വേലായുധ പണിക്കർ. ഷൺമുഖദാസൻ എന്ന പേരിൽ അറിയപ്പെടുന്ന സാമുദായിക പരിഷ്കർത്താവ് ആരാണ്? ചട്ടമ്പിസ്വാമികളാണ് ഷൺമുഖദാസൻ എന്ന് അറിയപ്പെടുന്ന സാമുദായിക പരിഷ്കർത്താവ്. കേരളീയ നവോത്ഥാനത്തിന്റെ പിതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താവാണ് ശ്രീനാരായണ ഗുരു. കല്യാണദായിനി സഭ സ്ഥാപിച്ചത് ആര്? കല്യാണദായിനി സഭ സ്ഥാപിച്ചത് പണ്ഡിറ്റ് KP കറുപ്പനാണ്. കല്യാണദായിനി സഭ. ഋതുമതി എന്ന നാടകം രചിച്ചത് ആരാണ്? SCRT-യിലുള്ള ഫാക്റ്റും കൂടിയാണ്. പ്രേംജിയാണ് ഋതുമതി എന്ന നാടകം രചിച്ചത്. കേരളത്തിലെ മാഗ്ന കാർട്ട എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സംഭവം ഏത്? ക്ഷേത്രപ്രവേശന വിളംബരമാണ് കേരളത്തിലെ മാഗ്ന കാർട്ട എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത്. വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത് വൈക്കം വീരർ എന്നറിയപ്പെട്ട തമിഴ്നാട്ടിലെ നേതാവ് ആര്? EV രാമസ്വാമി നായ്ക്കറാണ് വൈക്കം വീരർ എന്നറിയപ്പെട്ട തമിഴ്നാട്ടിലെ നേതാവ്. വരിക വരിക സഹചരേ എന്ന ഗാനം എഴുതിയത് ആര്? അംഷി നാരായണ പിള്ള. കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹത്തിന്റെ മാർച്ചിങ് ഗാനമായിരുന്നു വരിക വരിക സഹചരേ. വലിയ സഹന സമരമായി. അംഷി നാരായണ പിള്ള. ഇമ്പോർട്ടന്റ് ചോദ്യമാണ്. താഴെ പറയുന്നവരിൽ ആരാണ് ദണ്ഡിയാത്രയിൽ ഗാന്ധിജിയോടൊപ്പം പങ്കെടുത്തത്? C. കൃഷ്ണൻ നായരാണ് ദണ്ഡിയാത്രയിൽ ഗാന്ധിജിയോടൊപ്പം പങ്കെടുത്തത്. C. കൃഷ്ണൻ നായർ. പാവങ്ങളുടെ പടത്തലവൻ എന്നറിയപ്പെട്ടിരുന്ന കേരളത്തിലെ രാഷ്ട്രീയ നേതാവ് ആര്? പാവങ്ങളുടെ പടത്തലവൻ, ക്രൂസൈഡർ ഓഫ് ദ ഡൗൺ ട്രോഡൻ, AK ഗോപാലനാണ്. AK ഗോപാലൻ. താഴെ പറയുന്നവയിൽ ഏത് സംഘടനയാണ് നമ്പൂതിരി സമുദായത്തിന്റെ ഉന്നമനത്തിനായി നിലവിൽ വന്നത്? യോഗക്ഷേമ സഭയാണ്. ഇതിന്റെ പ്രധാന നേതാവായിരുന്നു VT ഭട്ടതിരിപ്പാട്. യോഗക്ഷേമ സഭ നമ്പൂതിരി സമുദായത്തിന്റെ ഉന്നമനത്തിലായിരുന്നു. ഏത് സമുദായം എന്ന് ചോദിക്കാറുണ്ട്. കോട്ടയത്തെ CMS പ്രസ് സ്ഥാപിച്ചത് ആര്? ബെഞ്ചമിൻ ബെയ്ലിയാണ് കോട്ടയത്തെ CMS പ്രസ് സ്ഥാപിച്ചത്. ബെഞ്ചമിൻ ബെയ്ലി. സ്നേഹത്തിൽ നിന്നുദിക്കുന്നു ലോകം, സ്നേഹത്താൽ വൃദ്ധി തേടുന്നു. ഏത് കൃതിയിലെ വരികളാണ് ഇവ? ചണ്ടാല ഭിക്ഷുകി. കുമാരനാശാന്റെ ചണ്ടാല ഭിക്ഷുകിയിലെ വരികളാണ് സ്നേഹത്തിൽ നിന്നുദിക്കുന്ന ലോകം, സ്നേഹത്താൽ വൃദ്ധി തേടുന്നു. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് ലഭിച്ച താളിയോല ഗ്രന്ഥങ്ങൾ ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? മതിലകം രേഖകൾ എന്ന പേരിലാണ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് ലഭിച്ച താളിയോല ഗ്രന്ഥങ്ങൾ അറിയപ്പെടുന്നത്. തിരുവിതാംകൂറിൽ നിലവിലിരുന്ന ദേവദാസി സമ്പ്രദായം നിർത്തലാക്കിയത് ആര്? സേതു ലക്ഷ്മിഭായി ആണ് തിരുവിതാംകൂറിൽ നിലവിലിരുന്ന ദേവദാസി സമ്പ്രദായം നിർത്തലാക്കിയത്.
കല്ലുമാല സമരത്തിന്റെ നേതാവ് ആരായിരുന്നു? അയ്യങ്കാളിയായിരുന്നു കല്ലുമാല സമരത്തിന്റെ നേതാവ് 1915. മലയാളത്തിലെ ആദ്യ നിശബ്ദ ചലച്ചിത്രം ഏതാണ്? വിഗതകുമാരനാണ് മലയാളത്തിലെ ആദ്യത്തെ നിശബ്ദ ചലച്ചിത്രം, അല്ലെങ്കിൽ മലയാളത്തിലെ ആദ്യത്തെ ചലച്ചിത്രം. രണ്ടാമത്തെ ചലച്ചിത്രം മാർത്താണ്ഡവർമ്മയാണ്. ആദ്യത്തെ ശബ്ദ ചലച്ചിത്രം ബാലനാണ്. കേരള സംസ്ഥാന കോൺഗ്രസ് സമ്മേളനം 1921 ആദ്യമായി നടന്നത് എവിടെയാണ്? SCRT ഫാക്റ്റും കൂടെയാണ്. ഒറ്റപ്പാലം, പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലത്താണ് കേരള സംസ്ഥാന കോൺഗ്രസ് സമ്മേളനം 1921 ആദ്യമായിട്ട് നടന്നത്. പാർലമെന്റ് അംഗമായ ആദ്യ മലയാളി വനിത ആരാണ്? ആനി മസ്ക്രീൻ. ആനി മസ്ക്രീൻ ആണ് പാർലമെന്റ് അംഗമായ ആദ്യ മലയാളി വനിത. വൈദ്യുതിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ശാസ്ത്രജ്ഞൻ ആര്? മൈക്കൽ ഫാരഡേ. മൈക്കൽ ഫാരഡേ ആണ് ഫാദർ ഓഫ് ഇലക്ട്രിസിറ്റി. ഇലക്ട്രോണിക്സിലെ അത്ഭുത ശിശു എന്നറിയപ്പെടുന്നത് ഏത്? ട്രാൻസിസ്റ്റർ. ട്രാൻസിസ്റ്റർ ആണ് ഇലക്ട്രോണിക്സിലെ അത്ഭുത ശിശു, വണ്ടർ ചൈൽഡ് ഓഫ് ഇലക്ട്രോണിക്സ് എന്ന് അറിയപ്പെടുന്നത്, അല്ലെങ്കിൽ വണ്ടർ കിഡ് ഓഫ് ഇലക്ട്രോണിക്സ്. താഴെ പറയുന്നവയിൽ ഫോസിൽ ഇന്ധനം അല്ലാത്തത് ഏത്? ഫോസിൽ ഇന്ധനം അല്ലാത്തത് വിറകാണ്. കൽക്കരി, LPG, പെട്രോൾ ഒക്കെ ഫോസിൽ ഇന്ധനമാണ്. പ്രകാശം ഏറ്റവും കൂടുതൽ വേഗതയിൽ സഞ്ചരിക്കുന്നത് ഏതിലാണ്? ഏത് മാധ്യമത്തിലാണ്? ശൂന്യതയിലാണ്. ശൂന്യത. ശബ്ദം ഉപയോഗിച്ച് ദൂരം അളക്കുന്ന ഉപകരണം ഏത്? സോണാർ. സൗണ്ട് നാവിഗേഷൻ ആൻഡ് റേഞ്ചിങ് എന്നറിയപ്പെടുന്ന സോണാർ. സോണാറിന്റെ ഫുൾ ഫോം ആണ് സൗണ്ട് നാവിഗേഷൻ ആൻഡ് റേഞ്ചിങ്. പ്രഷർ കുക്കറിൽ ജലം തിളയ്ക്കുന്ന താപനില 120 ഡിഗ്രി സെൽഷ്യസിലാണ് പ്രഷർ കുക്കറിൽ ജലം തിളയ്ക്കുന്നത്. സാധാരണ 100 ഡിഗ്രി സെൽഷ്യസിലാണ്, പ്രഷർ കുക്കറിലാണെങ്കിൽ 120 ഡിഗ്രി സെൽഷ്യസ്. മണ്ണെണ്ണയിൽ സൂക്ഷിച്ചു വെക്കുന്ന ലോഹം ഏതാണ്? സോഡിയം. സോഡിയവും പൊട്ടാസ്യവും മണ്ണെണ്ണയിലാണ് സൂക്ഷിച്ചു വെക്കുന്നത്. വെള്ളത്തിലിട്ടാൽ കത്തും എന്നുള്ളതുകൊണ്ട്. വെള്ളത്തിലിട്ടാൽ കത്തും എന്നുള്ളതുകൊണ്ട്. മെഴുകിൽ സൂക്ഷിക്കുന്നതാണ് ലിഥിയം. രാസവസ്തുക്കളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് സൾഫ്യൂരിക് ആസിഡ് ആണ് രാസവസ്തുക്കളുടെ രാജാവ് എന്ന് അറിയപ്പെടുന്നത്. ഭൂമിയുടെ ഉപരിതലത്തിൽ ഏറ്റവും കൂടുതൽ അളവിൽ കാണുന്ന മൂലകം ഏത്? ഓക്സിജൻ ആണ് ഭൂമിയുടെ ഉപരിതലത്തിൽ ഏറ്റവും കൂടിയ അളവിൽ കാണുന്ന മൂലകം. വസ്തുക്കളുടെ അപൂർണ ജ്വലനം മൂലമുണ്ടാകുന്ന വാതകം ഏതാണ്? കാർബൺ മോണോക്സൈഡ് ആണ്. പാർഷ്യൽ കമ്പഷൻ. പാർഷ്യൽ ആയിട്ടുള്ള കമ്പഷൻ കാർബൺ മോണോക്സൈഡ്. ദ്രാവക അവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്ന മൂലകം ഏതാണ്? ബ്രോമിൻ ആണ്. ഇനി ചോദ്യം, ദ്രാവകാവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്ന അലോഹം ഏതാണെന്ന് ചോദിച്ചാൽ ബ്രോമിൻ ആണ്. ദ്രാവകാവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്ന ലോഹം ഏതാണെന്ന് ചോദിച്ചാൽ അത് മെർക്കുറി ആണ്. ഇവിടെ മൂലകം എലമെന്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷനിൽ മെർക്കുറിയും ഇല്ല. ഓക്കെ. ചിരിപ്പിക്കുന്ന വാതകം ഏതാണ്? ചിരിപ്പിക്കുന്ന വാതകം നൈട്രസ് ഓക്സൈഡ്. നൈട്രസ് ഓക്സൈഡ്. ഓസോൺ പാളിയിൽ സുഷിരമുണ്ടാക്കുന്ന രാസവസ്തു ഏതാണ്? ക്ലോറോ ഫ്ലൂറോ കാർബൺ. CFC ആണ് ഓസോൺ പാളിയിൽ വിള്ളൽ ഉണ്ടാക്കുന്ന രാസവസ്തു. വംശനാശ ഭീഷണി നേരിട്ട് കൊണ്ടിരിക്കുന്ന ജീവികളുടെ പട്ടിക റെഡ് ഡേറ്റ ബുക്കാണ്. റെഡ് ഡേറ്റ ബുക്ക്. ജീവകം ഡിയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് റിക്കറ്റ്സ്. കണാരോഗമാണ് ജീവകം ഡിയുടെ കുറവ് മൂലം ഉണ്ടാകുന്നത്. ബാധിക്കുന്നത് അസ്ഥികളെയാണ്. ഇലകളിൽ മഞ്ഞ നിറത്തിന് കാരണമായ വർണ്ണവസ്തു ഏത്? സാന്തോഫിൽ. സാന്തോഫിൽ ആണ് ഇലകളിലെ മഞ്ഞ നിറത്തിന് കാരണമായ വർണ്ണവസ്തു. താഴെ പറയുന്നവയിൽ ഏത് ജീവിയിലാണ് അനിഷേക ജനനം, പാർത്തനോജെനിസിസ് നടക്കുന്നത്? ഏതിലാണ്? തേനീച്ചയിലാണ് അനിഷേക ജനനം, പാർത്തനോജെനിസിസ് നടക്കുന്നത്. സാർവിക ദാതാവ് എന്നറിയപ്പെടുന്ന രക്തഗ്രൂപ്പ് ഏതാണ്? O ഗ്രൂപ്പ് ആണ് സാർവിക ദാതാവ് എന്നറിയപ്പെടുന്ന രക്തഗ്രൂപ്പ്. ഓങ്കോളജി എന്തിനെ കുറിച്ചുള്ള പഠനമാണ്? ക്യാൻസറിനെ കുറിച്ചുള്ള പഠനമാണ് ഓങ്കോളജി. ഇയാൻ വിൽമുട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് ഏതുമായിട്ടാണ്? ക്ലോണിംഗ് ആണ്. ക്ലോണിങ്ങിന്റെ പിതാവ് എന്നറിയപ്പെടുന്നതാണ് ഇയാൻ വിൽമുട്ട്. ഓക്കെ, അപ്പൊ 100 ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക. വീണ്ടും കാണാം. താങ്ക്